തൃശ്ശൂരിന്റെ മണ്ണ് വിട്ട് ചില ചൂടുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലേക്ക് പോകേണ്ട സമയമായി. വളരെ പെട്ടെന്ന് പോകേണ്ടതുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇത് അതിപ്രധാനമായ ചില സംഭവ വികാസങ്ങൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി നടന്ന ഒരു ദിവസം കൂടിയായിരുന്നു ഇന്നലെ എന്ന് വെച്ചാൽ എന്തുകൊണ്ട് പേരെടുത്ത് പറഞ്ഞ ആൾ ശങ്കർദാസിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നിരന്തരം കോടതി ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ SITയുടെ മറുപടി അദ്ദേഹത്തിന്റെ പ്രായത്തിക്കത്തിന്റെ പ്രശ്നമുണ്ട്, അസുഖമുണ്ട്, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, അയ്യന്റെ സ്വത്ത് കൊള്ളയടിച്ചവർ ആരായാലും ഏത് ആശുപത്രിയിലാണ് അറസ്റ്റ് ചെയ്യണമെന്ന് ഒന്നും വേണ്ട അത് കോടതി പറഞ്ഞു. അങ്ങനെ ആ നടപടികൾ ഇന്നലെ പൂർത്തിയാക്കിയിരിക്കുന്നു. അതിന് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ഉണ്ടാവില്ല, നടപടികളിലേക്കാണ്. പക്ഷെ ഇന്ന് റിമാൻഡ് ചെയ്തേക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ ആശുപത്രിയിൽ തന്നെ തുടരാനുള്ള സാധ്യതയാണ് ആരോഗ്യനില കൂടെ കണക്കിലെടുത്ത്. അപ്പോൾ ഇന്നിപ്പോൾ ചികിത്സയിലുള്ള തിരുവനന്തപുരം ആശുപത്രിയിൽ എത്തിയാകും കൊല്ലം വിജിലൻസ് ജഡ്ജി കോടതി നടപടികൾ പൂർത്തിയാക്കുക എന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആരോഗ്യനില മോശമായതുകൊണ്ട് തന്നെ ശങ്കർദാസിന് ഉടനെ ജയിലിലേക്കൊന്നും മാറ്റാൻ ഇടയില്ല എന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. സഫ്വാൻ VP അതിന്റെ വിശദാംശങ്ങൾ നൽകും. സഫ്വാൻ, ഗുഡ് മോർണിംഗ്. സഫ്വാൻ, ശങ്കർദാസ് ഇതുവരെ ആശുപത്രിയിലാണ്. അദ്ദേഹത്തിന്റെ പ്രായാധിക്യത്തിന്റെ അസുഖങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ രോഗങ്ങളും അസുഖങ്ങളും ആശുപത്രിവാസവും ഒക്കെ നിർത്തിക്കൊണ്ട് തന്നെ അറസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കണമെന്ന ആവശ്യമാണ് കോടതി കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ചിരുന്നത്. അപ്പോൾ ആ നടപടിക്രമങ്ങളിൽ കേസായിട്ട് കടക്കുകയാണ്. ഏതർത്ഥത്തിലായിരിക്കും ശങ്കർദാസിന്റെ സഹകരണവും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരിക്കും ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ പോകുന്നത്? സൈഫുദ്ദീൻ, ഇന്ന് പ്രധാനമായി ഇന്നലെ 7:30 കൂടിയാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി ശങ്കർദാസിന്റെ അറസ്റ്റ് SIT രേഖപ്പെടുത്തുന്നത്. ഇന്ന് റിമാൻഡ് അടക്കമുള്ള നടപടിക്രമങ്ങൾ ആശുപത്രിയിലെത്തി തന്നെ രേഖപ്പെടുത്തും, അതിന്റെ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ശങ്കർദാസ്. അതുമായി ബന്ധപ്പെട്ടായിരുന്നു അദ്ദേഹത്തിന്റെ അറസ്റ്റ് വൈകിയതും. നേരത്തെ സൈഫു തന്നെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ കർശനമായ ശാസനയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ആശുപത്രിയിൽ കിടക്കയിൽ കിടക്കുന്ന ശങ്കർദാസിന്റെ അറസ്റ്റ് SIT രേഖപ്പെടുത്തുന്നത്. ഒരു രാഷ്ട്രീയപരമായ അറസ്റ്റ് കൂടിയാണ് ഈ കേസിൽ ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. CPI പ്രതിനിധിയായാണ് ദേവസ്വം ബോർഡ് അംഗമായി ശങ്കർദാസ് വരുന്നത്. വിജയകുമാറിനെയും പത്മകുമാറിനെയും അറസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് എന്തുകൊണ്ട് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യം SITയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കടത്തിയതിൽ അനുമതി നൽകിയതിൽ കുറ്റക്കാരനാണെന്ന തരത്തിലുള്ള തെളിവുകൾ ഉള്ള ഒരു ആളാണ് ശങ്കർദാസ്. ആ അർത്ഥത്തിലായിരുന്നു ശങ്കർദാസിനെതിരായിട്ടുള്ള നടപടിക്രമങ്ങളും SITയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ ആരോഗ്യ പ്രശ്നം സൂചിപ്പിച്ച് കേസിലെ 8ാം പ്രതിയായ ശങ്കർദാസിന്റെ അറസ്റ്റ് വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിൽ കൂടിയാണ് ഇന്നലെ ആശുപത്രിയിൽ ശശിധരന്റെ നേതൃത്വത്തിൽ, അന്വേഷണ ഉദ്യോഗസ്ഥൻ ശശിധരന്റെ നേതൃത്വത്തിൽ ഈ ശങ്കർദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. നമുക്കറിയാൻ കഴിയുന്നത് അദ്ദേഹം ആശുപത്രിയിൽ തന്നെ തുടരാനുള്ള ഒരു സാഹചര്യം, റിമാൻഡ് ചെയ്താലും ആശുപത്രിയിൽ തന്നെ തുടരാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ കോടതി നൽകുന്ന ശക്തമായ ഒരു സന്ദേശം നേരത്തെ നൽകി കഴിഞ്ഞു. എത്രത്തോളം ആരോഗ്യാവസ്ഥ മോശമാണെന്ന് പറഞ്ഞാലും കേസിലെ നടപടികൾ നേരിടാൻ തയ്യാറാകണം. ഇപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കുറ്റം കൂടിയാണ്, 8ാം പ്രതിയാണ്. അപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു കുറ്റകൃത്യത്തിന്റെ ഗൗരവം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അംഗങ്ങളിൽ അഴിക്കുള്ളിലാകാൻ ബാക്കിയുള്ള ഏകാൾ ശങ്കർദാസാണ്. പക്ഷെ അദ്ദേഹം ആശുപത്രിയായിരുന്നു. എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ തന്നെ റിമാൻഡിൽ തുടരട്ടെ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ അതിനുള്ള നടപടിക്രമങ്ങളൊക്കെയാണ് ഇന്ന് പൂർത്തിയാക്കുന്നത്.